അത് ഇരുന്നിട്ട് നാമം ജപിച്ചിട്ട് പോയാൽ മതി. സങ്കല്പം വരുമ്പോൾ എൻ്റെ ഈശ്വരനെ ഇപ്പം ഞാൻ ചോറ് കൊടുക്കേണ്ടി വരും. എൻ്റെ കൊച്ചിന് ഞാൻ ചോറ് കൊടുക്കുന്ന പോലെ ഭഗവാന് ഞാൻ ചോറ് വെക്കണം, ഞാൻ കുളിപ്പിക്കണം. പക്ഷേ മനസ്സിലെന്നല്ല, പക്ഷേ എങ്കിലും പിന്നെ ഞാൻ ഒരു തന്നെ ചെയ്തില്ലെങ്കിലും എനിക്കത് എൻ്റെ കൊച്ചിനെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് അത് മാറും. ഇല്ലെങ്കിലും ഈശ്വരൻ എന്നെ നോക്കുവാണെങ്കിലും അതാ വേണ്ടേ. അതുകൊണ്ട് ഭക്തിയാണ് നല്ലതെന്ന് പറഞ്ഞു. ഉപാസനയെക്കാളും നല്ലത് ഭക്തിക്കുള്ള പ്രാധാന്യം എന്നതാണ്. ഭഗവാനെ നോക്കാണ്ടല്ലോ. അപ്പം ഞാൻ ഓരോ ക്ഷണം പ്രതി ഓരോ പദം വയ്ക്കുമ്പോഴും ക്ഷണം പ്രതി ആരാ നോക്കണത്? ഭഗവാനാണ്. അപ്പം ഈ ക്ഷണം പറഞ്ഞാൽ അടുത്ത ക്ഷണം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അപ്പം അടുത്ത ക്ഷണം നമുക്ക് നൽകുന്ന ആരാ? അതിന് വേണ്ടിയിട്ട് ഭഗവാനെ എപ്പോഴും ഉത്സവകാലത്തൊക്കെ എല്ലാവരും ക്ഷണിക്കണേ അല്ലേ. എല്ലാവരും ക്ഷണിച്ചവിടെ കൊണ്ടുവരുന്നതിന് ഒരു ക്ഷണമെങ്കിലും ഭഗവാന്റെ അടുത്തിരുന്ന അടുത്ത ക്ഷണത്തിലേക്കുള്ള ഊർജ്ജം അതേ നൽകും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഒരു നാഴികയെങ്കിലും ഈശ്വര കഥകൾ കേട്ട് അല്ലെ ഈശ്വരനാമം ജപിച്ച് 24 മിനിറ്റ് അല്ലേ ഒരു നാഴിക. 24 മിനിറ്റ് മതി ഒരു വർഷത്തേക്കുള്ള ഊർജ്ജത്തിന്. അപ്പം ആ സമയത്ത് മനസ്സില്ലാതെ ജപിക്കണം. എനിക്കത് കേൾക്കാൻ മനസ്സില്ല എന്ന് പറയണില്ലേ, നമ്മളത്തെ കളിയായിട്ട് പറയുമല്ലോ. അതെന്താ മനസ്സില്ലാത്ത അവസ്ഥ വന്നാൽ മാത്രമേ ബോധം വർദ്ധിക്കുള്ളൂ എന്ന് പറയും അല്ലേ. മനസ്സില്ലാത്ത അവസ്ഥയാണ് ധ്യാനം. അപ്പം ശുദ്ധമായ ബോധം മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ ശുദ്ധബോധം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മളറിയാതെ ആ അന്തരീക്ഷം ശരിയായിക്കോളും. ഒരാൾക്ക് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കണം തോന്നി അല്ലേ. സാധാരണ അപ്പം അതിൻ്റെ പ്രകൃതി ഒരുക്കിയിട്ട് കഴിഞ്ഞ വർഷം വന്ന അവസ്ഥയല്ലല്ലോ ഇപ്പം അല്ലേ. അപ്പോൾ ഒരു ഉപാസകൻ വിചാരിച്ചാൽ മാത്രം മതി നാട് നിന്നാണ്, അല്ലെങ്കിൽ ഒരു ദേശം നിന്നാണ്. അങ്ങനെയുള്ള എത്രയോ കഥകളുണ്ടല്ലേ. ആ കഥകളിലൂടെയൊക്കെ നമ്മൾ ജീവിച്ച് ഇപ്പോഴത്തെ കാലത്ത് കുറേയൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ജീവിതത്തെ. അത് കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിൽ പകർന്നു കൊടുക്കണം. അവിടെ ഈ സംസ്കാരം പോവാതെയൊക്കെ നോക്കണം അല്ലേ. ഇപ്പം നാമം ജപിക്കാൻ നിത്യം ഒരു ഭൂമിയിൽ നിന്ന് കറങ്ങി വരുന്ന സമയത്ത് എവിടെയാണ് ഉയർന്നത്, അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ നാമം ജപിക്കാൻ പോകുന്നത് കൃത്യ സമയത്ത്. അപ്പോൾ 6:30 നാമം ജപിച്ചാൽ ഒരു നാമം ജപിച്ചാൽ ഞാൻ എവിടെയാണെന്ന് സങ്കല്പമില്ല, ഭൂമിയിലാണല്ലോ. ഇപ്പം പിന്നെ വീട്ടിൽ ചെന്നിട്ട് നാമം ജപിക്കുന്ന സങ്കല്പമില്ല, ഞാൻ ഭൂമിയിൽ തന്നെയാണല്ലോ എപ്പോഴും. ആ ഗുരുത്വം നമ്മുടെ കൂടെ ഉണ്ട്. ഗുരുത്വം ഇല്ലെങ്കിലും മറിഞ്ഞു വീഴും. അപ്പം ഞാൻ മറിഞ്ഞു വീഴാൻ തന്നെ കാക്കണം അമ്മയാണ്. അപ്പം എവിടെ നിന്നും നമുക്ക് നാമം ജപിക്കാം. അപ്പം ആ സമയം ഒന്ന് കൃത്യമായിട്ട് കണക്കാക്കുക. അപ്പം 6 മണിക്കാണെങ്കിൽ ഒരു നാമം എൻ്റെ ഈശ്വര എന്ന് വിചാരിച്ചാൽ മതി, വിചാരം വന്നാലും മതി. ഈശ്വര വിചാരമോ ഈശ്വര നാമം ജപമോ അല്ലെങ്കിൽ അർപ്പിതമായിട്ടൊരു മനസ്സോടുക ഒന്ന് 1 സെക്കൻഡ് മതി അല്ലേ. ആ സെക്കൻഡ് താഴെയുള്ള സമയം കൊണ്ട് നമുക്ക് ആ സമയത്തൊരു ഉണർവുണ്ടാക്കാം. അത് സ്വഭാവമായി മാറും. ചായ കുടിക്കുന്ന സ്വഭാവം പോലെ അല്ലെങ്കിൽ വേറെന്താ ഓരോ സ്വഭാവങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ ആ സ്വഭാവമായിട്ട് മാറിക്കഴിയുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ശക്തി ആ സമയത്ത് ഉണർന്ന് എല്ലാം ചെയ്തോളൂ. 10 ദിവസം അമ്പലത്തിൽ പോയി ശീലിച്ചു അല്ലേ. 15 ദിവസം പോയില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? പോയില്ലോ എന്ന് തോന്നിക്കഴിയുമ്പോൾ ശരീരം അതിന് മടങ്ങും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തണുപ്പോട് കൂടിയിട്ട് ശരീരം മടങ്ങുന്ന പോലെ ക്ഷേത്രത്തിൻ്റെ അവസ്ഥയോട് ശരീരം മടങ്ങിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഊർജ്ജം എവിടെ നിന്ന് സ്വീകരിക്കാൻ സാധിക്കും. ഒന്ന് വിഗ്രഹത്തിൽ നിന്ന് നോക്കി നമുക്ക് ഗുരുവായൂർ ശബരിമല പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ എല്ലാവരും പറയണത് എന്താ? ഭംഗിയായിട്ട് ഭഗവാനെ തൊഴുതു. അപ്പം അത് ആവശ്യത്തോടു കൂടി മൂല്യത്തോടും കൂടി നോക്കണം. കുറേ ദിവസത്തെ വ്രതത്തോട് കൂട്ടിയിട്ടേ ആ വ്രതമൊക്കെ എടുത്തിട്ട് തപസ് ചെയ്ത് അല്ലേ. ഗുരു മാലയിട്ട് കഴിഞ്ഞാൽ ഗുരുവിനെ സ്വീകരിച്ചു. അടുത്തെന്താ? ജപം. ആ സാധന എന്ന് പറഞ്ഞാൽ ജപം. അടുത്തെന്താ? ഒരുക്കം. എല്ലാത്തിനും സമദർശനം. എല്ലാ അമ്പലത്തിൽ പോയാലും സ്വാമി ശരണം എന്നല്ലേ പറയുള്ളൂ. അപ്പം എല്ലാവരെയും സമമായിട്ട് കാണും. 3ാമത്തെ അവസ്ഥ. 4ാമത്തെ ഏതാ? കെട്ടി നിറയ്ക്കണ എന്താ? ഉള്ളിലുള്ളതൊക്കെ തുറന്ന് മാലിന്യമൊക്കെ കളഞ്ഞിട്ട് അതിന് ശുദ്ധമായ നെയ്യ് ഒഴിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കഴിഞ്ഞ് നെയ്യ് വൃത്തിയായ നിവൃത്തിയായി എന്നല്ലേ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വൃത്തിയാകാൻ വേണ്ടിയിട്ട് പുറത്ത് കുളിക്കും, അകത്ത് നാമം ചോദിച്ച് ശുദ്ധമാകും അല്ലേ. 7 അവസ്ഥയാണ് പറയുന്നത്. പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനം അല്ലേ. ഉള്ളിലേക്ക് പ്രാണൻ ചെന്ന് കഴിഞ്ഞാൽ 5ആയിട്ട് തിരിയും. ഒന്ന് സ്നേഹമായിട്ട്, ഒന്ന് ദഹിപ്പിക്കാനുള്ള ഊർജ്ജമായിട്ട്, ഒന്ന് രക്തഓട്ടത്തിന്, ഒന്ന് ഉള്ളിലെ ജീവനായിട്ട്. ഇങ്ങനെ 5ആയിട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കും. പ്രാണഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം പേടിക്കണം. എന്താ? എൻ്റെ ജീവൻ ശരീരം വിട്ട് പുറത്തു പോകുമെന്ന സങ്കല്പം. ആ പ്രാണഭയം ഉണ്ടാവാതിരിക്കണം. അടുത്തെന്താ? വാക്ക്, മനസ്സ്, ചക്ഷു. വാക്ക് വേണം, മനസ്സ് വേണം അല്ലേ. കാഴ്ച വേണം, ഉൾക്കാഴ്ച വേണം. കാഴ്ച എന്ന് പുറമേയുള്ള കാഴ്ചയും ഉൾക്കാഴ്ച അല്ലേ. ശ്രോതം, കേൾവി, നല്ലത് കേൾക്കണം. കേട്ടെന്താണെന്ന് തിരിച്ചറിയണം. അറിയിക്കാതെ എന്നല്ലേ. കാതറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഊർജ്ജം വേണം. ചിലത് നമ്മൾ കേട്ടില്ല. അപ്പോൾ അവൻ വർത്തമാനം പറഞ്ഞിട്ട് പിള്ളേർ എത്ര വിളിച്ചാലും അമ്മമാർ പറയല്ലേ, അവൻ എത്ര വിളിച്ചാലും അവൻ കേട്ടില്ല അല്ലേ. അപ്പോൾ കാതറിയാതിരിക്കുന്ന എന്താ? ബോധം വേറെ ഒന്നില്ല, ശ്രദ്ധ വേറെ ഒന്നിലേക്ക് ആയതുകൊണ്ട്. അപ്പോൾ വാക്ക്, മനസ്സ്, ചക്ഷു, ശ്രോത, ഘ്രാണ, ജിഹ്വ. നാക്ക് എന്താ? നന്നാവുന്നല്ലേ. നന്നാവണം എങ്ങനെ?
നാവുകൊണ്ട് നന്നാവണം അല്ലേ, നന്നാക്കുന്നല്ലേ പറയാം. അപ്പം ആ അക്ഷരം സരസ്വതിയായിട്ട് നമ്മൾ നാക്കിൽ വിളങ്ങിയില്ലെങ്കിലും നമുക്ക് വേണ്ടത് രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നന്നാവുന്നല്ലേ പറയണത്. ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് അല്ലേ. അടുത്തെന്താ? ശ്രോതം, ഘ്രാണം, ജിഹ്വ, രേത, ബുദ്ധി. ബുദ്ധിയോ ഇല്ലെങ്കിലോ ഞാൻ കേൾക്കുന്നത് മനസ്സിലാവും. കുറേ കാര്യങ്ങൾ ഒരു ചൈനീസ് ഭാഷ കേട്ട് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു ജപ്പാനീസ് ഭാഷ കേട്ടാൽ മനസ്സിലാവും. ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധി കൊണ്ട് അയാൾ ഇത് കണ്ടുപിടിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ആ ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കണം എന്ന് പറയും. വിശേഷ ബുദ്ധി അല്ലേ, വിശേഷമായുള്ള ബുദ്ധിയും വേണം, സാമാന്യ ബുദ്ധിയും വേണം. ഇത് രണ്ടും മനസ്സിലാക്കണം. ആ സങ്കല്പത്തിൽ എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കണം അല്ലേ, എങ്കിലേ നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അടുത്തെന്താ? ശിരസ് തൊട്ട് അംഗപ്രത്യംഗം താഴെ 7ാമത്തെ കാല് വരെ അല്ലേ. ഇത് മുഴുവൻ പൂർണ്ണമായിട്ട് കാലുവേദന എടുത്താലും ജീവിക്കാൻ പറ്റിയില്ല, കൈക്ക് വേദന എടുത്താലും തലവേദന എടുത്താലും ഓരോ അംഗങ്ങളും പൂർണ്ണമായിട്ട് ഈശ്വരപ്രകാശം വരും. അപ്പോൾ ഓരോ ഇതിലും കലകളിലൂടെയും ഈശ്വരപ്രവാഹം ഉണ്ടാവണം. അപ്പോൾ അത് അവതരിച്ചു എന്ന് പറയണം അല്ലേ. പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരസ്പന്ദനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ എല്ലാ അംഗങ്ങളും വർക്ക് ചെയ്ത് എനിക്ക് എന്ത് കേട്ടാലും മനസ്സിലാവും അല്ലേ, എന്ത് ചെയ്യാനും സാധിക്കും അല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഒരു പൂർണ്ണത്വമുള്ള പുരുഷനായി മാറാൻ പറ്റും. അതിന് എന്ത് വേണം? നാമജപം വേണം അല്ലേ, അവരെ ശ്രദ്ധ വേണം, മുമ്പേ പറഞ്ഞ 10 കാര്യങ്ങളും വേണം. അടുത്തെന്താ? 3ാമത്തെ ത്വക്ക്, ചർമ്മ, മാംസ, രുധിരം, മജ്ജമേധ, അസ്ഥി. 5 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, മജ്ജം, മേധ, അസ്ഥി. ഇത് 5 മാർക്ക് ചെയ്തില്ലെങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ പ്രഷർ കൂടും, അല്ലെങ്കിൽ ഷുഗർ കൂടും, കൊളസ്ട്രോൾ കൂടും. അങ്ങനെ ഓരോ അംഗത്തിനും പ്രത്യേകതകൾ വന്നിട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. അത് മാറാനായിട്ട് ആ കായബലം കിട്ടണ എന്താ? ദേഹബലം എന്താ? വാദബലം എന്താന്ന് പറയണ എന്താ? അത് രണ്ടും വേണം അല്ലേ. അത് ആ അവയവങ്ങളുടെ ശുദ്ധിതയും അതിൻ്റെ പ്രവർത്തനവും ശക്തമാവണം വേണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ദേവന് സപ്തശുദ്ധി കൊണ്ട് അഭിഷേകം എന്ന് പറയുന്നത്. സപ്തശുദ്ധി മന്ത്രം കൊണ്ട് അഭിഷേകം എന്ന് പറയുന്നതാണ്. അപ്പോൾ ദേവനെ ശുദ്ധമാക്കിയാലേ നമുക്ക് വരുന്ന ഭക്തന് കൊടുക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ ഈ പൈസ ഇല്ല, ഒരാളൊന്ന് കടം ചോദിച്ചാലും നീ കൊടുക്കാനുണ്ടാവണ്ടേ. കൊടുക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ 108 സപ്തശുദ്ധി മന്ത്രം കൊണ്ട് അഭിഷേകം ഉണ്ട് രാവിലെ. അതുകൊണ്ട് അഭിഷേകം നീണ്ടുപോകണേ. തിരുവേദി വെറുതെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കാനുള്ള സങ്കല്പമില്ല അല്ലേ. അപ്പം അതെ, നമുക്ക് അത്രയും ആൾക്കാരോട് വരുന്നുണ്ട്. എത്ര പേര്? ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴുതു പോകുമ്പോൾ അത്രയും പേർക്ക് കൊടുക്കാനുള്ള ഊർജ്ജം അവിടെ വേണം അല്ലേ. കൊടുക്കാനില്ലെങ്കിലും തകർന്നു പോകും. അത് കൊടുക്കണമെങ്കിൽ ഈ സപ്തശുദ്ധി കൊണ്ടുള്ള അഭിഷേകം നടക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ശുദ്ധാക്കണം. 4ാമത്തെ കാര്യമില്ല പറഞ്ഞേ. 5ാമത്തേതാ? ശബ്ദം, സ്പരിശം, രൂപം, രസം, ഗന്ധം അല്ലേ. ഇത് പ്രകൃതി അറിയണമെങ്കിൽ 5 കാര്യങ്ങളെ കൊണ്ടാണ്. ശബ്ദം വേണം അല്ലേ. ഒരു ദുഃഖിച്ചിരിക്കുന്ന ആളെ പോയി തൊട്ടാൽ മതി. എൻ്റെ കൊച്ചെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തോടെ ഒരു തലോടൽ മതി, അയാൾ ജയിച്ചു അല്ലേ. അല്ല എന്നാ കുഞ്ഞേ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു വാക്ക് മതി അല്ലേ. വാക്ക് സ്പർശിക്കും നമ്മളെ അല്ലേ. കാഴ്ചയിൽ ഒരാൾ സ്നേഹത്തോടെ നോക്കിയാൽ മതി അല്ലേ. സ്നേഹത്തോടുള്ള നോട്ടവും നമ്മളെ സ്പർശിക്കണം. അപ്പം അത് 5ഉം വേണം അല്ലേ. അത് പറയാനുള്ള ഒരു ബുദ്ധി ആ സമയത്ത് നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യണം. അത് ചീത്ത പറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ ഒന്നോട്ട് ചീത്ത പറഞ്ഞാലും അവിടെ കലഹം കൂടുതലുണ്ടാകും അല്ലേ. ആ സമയത്ത് വേണ്ട രീതിയിൽ വാക്ക് പ്രയോഗിക്കാൻ സാധിക്കണം. അത് ആ സമയത്ത് യോജിക്കുന്നതാവണം അല്ലേ. ദേശകാലാവധിഭ്യ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ അല്ലേ. ആ ദേശത്തിനും കാലത്തിനും യോജിച്ചതാവണം. അങ്ങനെ വേണ്ടുന്നതൊക്കെ നമുക്ക് നൽകിയാൽ ഈശ്വരൻ വേണ്ട രീതിയിൽ അനുഗ്രഹിക്കും. 6ാമത്തെ എന്താ? പഞ്ചഭൂതങ്ങൾ. പ്രകൃതി നേരെയല്ലെങ്കിലോ. ഇപ്പം ഇവിടുത്തെ പ്രകൃതി ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പം നമുക്ക് ഇന്നിരിക്കണം, വെയിലത്ത് വന്നാൽ കുടിക്കാൻ വെള്ളം കൊള്ളാം അല്ലേ. പഞ്ചഭൂതങ്ങൾ അനുകൂലം അല്ലെങ്കിലും ഭയങ്കര കാറ്റാണ് എപ്പോഴും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. തണുപ്പ് കൂടിയാലും ചൂട് കൂടിയാലും എല്ലാം സമമായിട്ട് നമ്മളിലേക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ ശുദ്ധമാവും. ഈ പഞ്ചഭൂതങ്ങൾ ശുദ്ധാക്കണം. പിന്നെ അടുത്തെന്താ? മനോബുദ്ധി, അഹങ്കാര, ചിത്തം. മനസ്സ് വേണം, ബുദ്ധി വേണം, അഹങ്കാരം, വ്യക്തിപരമായ ഓർമ്മകൾ ഇതെല്ലാം നേരെയാവണം സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിക്കുക അല്ലേ. പിന്നെ 7 പ്രകാരങ്ങളും ശുദ്ധമാണ് അല്ലേ. മനസ്സ് അകത്തെ വെളിവട്ടം, പുറത്തെ വെളിവട്ടം, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഭഗവാൻ മഹാക്ഷേത്രങ്ങൾ കൊടുത്തേക്കുന്നത്. പുറത്തെ ഗോപുരം തൊട്ട് അകത്തേക്ക് 7 ലെയറാണ്. പുറത്തെ ഗോപുരം അല്ലേ, അകത്തെ വെലിക്കല്ല്, പിന്നെ വെള്ളി വെലിക്കല്ല്, പിന്നെ അകത്തെ വിളക്കുമാടം, പിന്നെ അത് കഴിഞ്ഞെന്താ അങ്ങനെ ഓരോന്നോരോ ക്രമമായിട്ട് അകത്തേക്ക് ഈ 7 കാര്യം ശുദ്ധമായി കഴിഞ്ഞാൽ 7 ലെയർ അകത്ത് നിന്നിട്ട് ഭഗവാനെ കാണും. ഈ 7 ലെയർ ശുദ്ധമായിട്ട്
ആ ഭഗവത് സ്വരൂപത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് നാമം ജപിക്കുമ്പോൾ ഈശ്വരൻ നമ്മളിലേക്ക് അറിയാതെ അറിഞ്ഞാൽ പോയി അല്ലേ. അറിഞ്ഞാൽ ഞാൻ ഈശ്വരനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ വേണ്ടാത്തൊക്കെ കാണിക്കും. അതിന് കുറേ 1000 രൂപ ഉണ്ട്, അല്ല 10,000 രൂപ ഉണ്ട്, ഞാൻ ഒരാൾക്ക് ദാനം ചെയ്തു, അയാൾ കള്ളു കുടിച്ചിട്ട് ഭാര്യയെ പോയി തരിയാലോ, ആ ദാനം എങ്ങനെയാവും? സമൂഹത്തിന് ദോഷം ചെയ്യും. അപ്പോൾ അറിയുന്ന രീതിയിൽ കൊടുക്കണം അല്ലേ. കുട്ടികൾ സന്തോഷിക്കണം, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പറയുന്നത്. അപ്പം മധുരം കിട്ടിയാൽ കുട്ടികൾ സന്തോഷിക്കും, അല്ല ഒരു ചെറിയ കളിപ്പാട്ടം കിട്ടിയാലും ആ നിഷ്കളങ്കാവസ്ഥ വേണം. അതാ പ്രഹ്ലാദൻ അല്ലേ, നിഷ്കളങ്കമായിട്ട് ഈശ്വരനെ വിളിച്ചിട്ട് ആരും ഒന്ന് രക്ഷിക്കണം. അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു കളങ്കം ഇല്ലാതെ ബുദ്ധിയോടുകൂടി എൻ്റെ ഭഗവാൻ എന്നെ നേരെയാക്കണേ, എൻ്റെ കുടുംബത്തെ നന്നാക്കാൻ നോക്കണേ അല്ലേ, എനിക്കൊരു നല്ല വഴി കാണിക്കണേ. അപ്പം അങ്ങനെ ഒരു വാക്കുകൊണ്ടോ ഒരു ഇതുകൊണ്ടോ സങ്കല്പിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും ഉറക്കം വരുന്നല്ലേ. നാമം ചോദിച്ചാലോ? ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. ഓം നമോ നാരായണായ അല്ലേ, 8 അക്ഷരം. ഈ 8 അക്ഷരം നമ്മളിലൊക്കെ എന്താ കാണിക്കുന്നത്? അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞേ, അച്ഛൻ്റെ അമ്മ. അപ്പം അത് അച്ഛൻ വഴി അമ്മ വഴി എന്നല്ലേ. അപ്പം അച്ഛൻ്റെ അമ്മ വഴിയും അച്ഛൻ്റെ അച്ഛൻ വഴി അതെത്ര? 2 മുത്തശ്ശനും 2 മുത്തശ്ശി 2 പേർക്കും ഉണ്ട് അല്ലേ. അപ്പം അത് കുടുംബം ഭാര്യയും കൂടെ ആകുമ്പോഴോ 4 4 8 അല്ലേ. ഈ 8 കുടുംബത്തിൽ നിന്നുള്ള 8 തലമുറ അല്ലേ. 8 തലമുറയിൽ നിന്നുള്ള 8 ഐശ്വര്യം നമ്മളിലേക്ക് വരാൻ സങ്കല്പിച്ചാണ് ഓം നമോ നാരായണായ എന്ന് വയ്ക്കുക. അപ്പം എത്ര നമ്മുടെ പുറകെ എത്ര പേരുണ്ട്? 8 കുടുംബത്തിൽ നിന്നുള്ള 8 തലമുറ വരെയുള്ളത്. അത്രയും പേര് നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ നിൽക്കണം. അപ്പം ഒന്ന് വിളിച്ചാൽ മതി അല്ലേ. അത് നമ്മൾ അറിഞ്ഞാൽ പേടിക്കും. അത്രയും പേര് എൻ്റെ പിതൃക്ക് പ്രേതങ്ങളെ കണ്ടാലും അപ്പോൾ പേടിക്കും. അത് പേടിക്കാതിരിക്കാനായിട്ട് നമ്മളെ അറിയാതെ അവനെ അനുഗ്രഹിക്കണം. അതിന് ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഓം നമോ. അപ്പം എന്നിട്ട് 64 ഒരു ദിവസം നാരായണ ചോദിച്ചാൽ പരദേവത പ്രസാദിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാ പിതൃക്കളും പ്രസാദിക്കും. അങ്ങനെ ജപിച്ചാൽ 64 ഒരു ശ്വാസം എടുത്ത് 8 പ്രാവശ്യം ജപിക്കാം. ജപിച്ച് ഒരു ശ്വാസം എടുത്തിട്ട് ഓം നമോ നാരായണായ 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 ശ്വാസം വിടുക. എന്നിട്ട് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് വീണ്ടും ശ്വാസം എടുക്കുക. ഓം നമോ നാരായണായ 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 ഓം നമോ നാരായണായ. ഇത് ശ്വാസം വിടുക. എന്നിട്ട് വീണ്ടും പതുക്കെ ശ്വാസം എടുത്ത് വിട്ടിട്ട് അടുത്ത ശ്വാസം എടുക്കുക. മൂന്നാമത് ഒരു ശ്വാസം എടുത്ത് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. അഞ്ചെണ്ണായില്ലേ. അടുത്ത് 6ാമത്തെ 4 5ാമത്തെ അഞ്ചായി 4ാമത്തെ. അടുത്ത് അതാവും 7ആയി. അടുത്ത്
ഏഴല്ലേ ഏഴ് അടുത്തൊന്ന് ശരീരം എന്ന് പറഞ്ഞാൽ ശിവൻ, അതിനുള്ളിൽ പ്രാണശക്തി വിഷ്ണു, അതിനെ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ദേവി അല്ലേ. ശരീരം വേണം, പ്രാണനും വേണം, ശക്തിയും വേണം. ചില ആൾക്കാർ തളർന്നു കിടക്കും, അയാൾക്ക് പ്രവർത്തിക്കാൻ ശക്തി ഇല്ലെങ്കിൽ എന്താ ദേവിയുടെ കോപന്ന. ശരീരത്തിന് അസുഖം വന്നാലും ശൈവകോപം എന്ന് പറയും. പൈസ ഇല്ലെങ്കിലും പൈസ ഇപ്പം മൂന്നില്ലാത്തതിനെ കൂടുതൽ അല്ലേ. പൈസ ഉണ്ടെങ്കിൽ ആരോഗ്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ ശക്തി ഇല്ല. അപ്പം അത് മൂന്നും നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും ഈ മൂന്ന് പേരെ സങ്കല്പിക്കണം: ശിവൻ, വിഷ്ണു, ഭഗവതി. അതിലേക്ക് തുടക്കം കിട്ടണമെങ്കിൽ ആര് വേണം? അതുകൊണ്ട് ഗണപതിയും വേണം, പിന്നെ സൂര്യൻ. പ്രപഞ്ചത്തിന് അത് ധർമ്മദേവത എന്ന് പറയുന്നത് ഈ 5 പേര്: ശിവൻ, ആദിത്യം, അംബിക, വിഷ്ണു, ഗണനാഥൻ, മഹേശ്വരൻ. 5 പേര് നമുക്ക് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ ധർമ്മദേവത എന്ന് പറയുന്ന അവരാ. ഇവരുടെ അനുഗ്രഹം നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ വേണം. ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ വേണ്ടവർക്ക് 1/4 ഗ്ലാസ് കിട്ടിയാലോ? എല്ലാവർക്കും എല്ലാം ലഭിക്കണം, പക്ഷേ പൂർണ്ണമായ അവസ്ഥയിലേക്ക് ലഭിക്കണം അല്ലേ. ഒരു കുട്ടിക്ക് വേണ്ടുന്ന അറിവ് പൂർണ്ണമായിട്ട് കൊടുത്തില്ലെങ്കിലോ അത് പൂർണ്ണതയോടുകൂടി നമുക്ക് സ്വീകരിക്കാനായിട്ട് ഈ പിതൃക്കൾ നമ്മുടെ പറയുന്ന നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആദ്യമുള്ളത് കൊടുത്താൽ ഈ 64 നാരായണ എന്തിനാ അവർക്ക് കൊടുത്ത് അവർക്ക് കിട്ടാനുള്ള തൃപ്തി ആയിക്കോളും. അപ്പോൾ വീട്ടിൽ ചെന്ന് നമുക്ക് സന്തോഷം തരും. വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം വരികയില്ല, അല്ലെങ്കിൽ ദുഃഖവും എന്താ തന്നെ സങ്കടവും നാശം ഇതൊക്കെ വരും അല്ലേ. അത് വരാതിരിക്കണമെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം വന്നാലാണ് നമ്മൾ ധനവാനം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും മറ്റുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ വരും. ഭാവിക്കണ ഭാവി എന്നാ അല്ലേ, അജദ്ഭൂയെന്നല്ലേ. അപ്പം എൻ്റെ ഉത്കണ്ഠ അടുത്ത നാളത്തെ പതനത്തിന് പതിക്കാന്ന് പറഞ്ഞാൽ എന്താ? താഴേക്ക് പോകും. പതിമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം പതിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ താഴേക്ക് പോകാതെ തടയുന്ന ആള് അല്ലേ. ആ വീഴ്ച തടയുന്നതുകൊണ്ടാണ് എല്ലാ മലകളിലും പതിയെ വെച്ചേക്കുന്നത് അല്ലേ. എന്തിനാ? അപ്പം നമ്മളെ തിരുപ്പതി എന്ന് പറയുന്നത് എന്താ? ഭർത്താവിനെ എന്താ പറയുന്നത്? പതി എന്നല്ലേ വിളിക്കണം. പറഞ്ഞ നമ്മളെ സംരക്ഷിക്കുന്ന എല്ലാവരും പതിയേണ്ട സങ്കല്പം അല്ലേ. പതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് വീഴുക സങ്കല്പമാണ് അല്ലേ. ഹൃദയത്തിലേക്ക് വേണ്ട രീതിക്ക് വീണില്ലെങ്കിലും ഞാൻ വീഴും അല്ലേ. ആ കൂടെ ആ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ആ പതിമൂർത്തികളെ സേവിക്കണമെന്ന് പറയും അല്ലേ. അടുത്തെന്താ? പതിയെ എല്ലാം ഒരു ഭയങ്കര ഫോഴ്സിലെ വന്നതിനെ ഇടിക്കണമെങ്കിൽ എന്നെ കൊണ്ടത് പോകും അല്ലേ. എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പതിയെ പതിയെ എൻ്റെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് കയറണം അല്ലേ. പെട്ടെന്ന് ഈശ്വരനെ കണ്ടാൽ ഞാൻ പേടിച്ച് എഴുന്നേറ്റ് ഓടുമില്ലേ. അപ്പം നമുക്ക് മാനസികമായിട്ട് സജ്ജമാവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നാമം ജപിച്ച് അല്ലേ. എപ്പോഴാണ് ഈശ്വരനെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ആ സമയത്ത് ഞാൻ അറിയാതെ എന്നെ ഈശ്വരനെ അനുഗ്രഹിച്ച് പോകണം അല്ലേ. വിഭൂതികളാണ് അല്ലേ. ആദ്യം നമ്മൾ അറിവ് കൊടുക്കണം എന്തിനാ? സരസ്വതിയെ കൊടുക്കണം എന്തിനാ? ലക്ഷ്മി സരസ്വതിയുടെ പുറകില്ല അല്ലേ. അറിവുണ്ടായി കഴിഞ്ഞാൽ ലക്ഷ്മി താനേ വരും. അപ്പം ആദ്യം നമ്മൾ ലക്ഷ്മി എടുത്താലും അറിവും പോവും, അറിവില്ല. അപ്പം അതുകൊണ്ടാണ് ആദ്യം സരസ്വതിയെ കൊടുക്കണം, പിന്നെ ലക്ഷ്മി, അത് കഴിഞ്ഞ് പാർവതി അല്ലേ. നമ്മളെ നോക്കി നടത്തുന്ന ആരാ? അമ്മയാണ്. അപ്പം അതുകൊണ്ട് 3 ആദ്യം സരസ്വതി വേണം, പിന്നെ ലക്ഷ്മി കടാക്ഷം വേണം, പിന്നെ ഇത് 3 വേണം. അപ്പം അതുകൊണ്ട് ആ ദേവതകൾ 3 ത്രിഗുണാത്മകമായിട്ടുള്ള അവസ്ഥയാണല്ലോ. അത് 3 തന്നെ വിഗ്രഹിക്കാം: സത്വഗുണം, രജോഗുണം, തമോ ഗുണം. 3 വേണം. ചില രാവിലെ മേലത്ത് മിറ്റടിക്കും പാത്രം തേക്കുമ്പോഴും തമോ ഗുണം. അതില്ലെങ്കിലും ബാക്കിയൊന്നും നടക്കില്ല. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കുമ്പോഴും ലക്ഷ്മിയായി, പ്രകാശമായി.